വാർദ്ധക്യം ഒറ്റപ്പെടലിൻ്റേത് മാത്രമാണ്. മക്കൾ അതിജീവനത്തിനായി പുതിയ പുതിയ വഴികൾ തേടുമ്പോൾ ഓർമ്മകളുടെ പൊന്നൂഞ്ഞാൽ കെട്ടി സൗഹൃദങ്ങൾക്കൊപ്പം ആഘോഷിക്കാം. മനസ്സിലെ നൊമ്പരങ്ങൾ മറന്ന് നമ്മൾ ഒരുക്കുന്നു ഓർമ്മകളുടെ പൊന്നൂഞ്ഞാൽ. കഥാപാത്രങ്ങൾ, ശബ്ദം നൽകുന്നവർ: രാജഗോപാൽ ശ്രീ മോഹൻദാസ് പെരുമ്പിലാവ്, രമേശ് ശ്രീ രമേശ് പാലക്കാട്, കലാധരൻ ശ്രീ ഹരിദാസ് കണ്ണാടി പാലക്കാട്, ഭദ്രൻ ശ്രീ രാജൻ മണ്ണാർക്കാട്, ശ്രീദേവി ശ്രീമതി ശ്രീദേവി പൂനെ, താര ശ്രീമതി സംഗീത കെ പി വിലാസം തിരുവനന്തപുരം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം: സാവിത്രി എന്ന കഥാപാത്രം ഷീല ഷെല്ലാസ്, കിളിമാനൂർ. പരസ്പരം കാണാതെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് ശബ്ദങ്ങൾ കോർത്തിണക്കിയതാണ് ഈ ശബ്ദനാടകം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓർമ്മകളുടെ പൊന്നൂഞ്ഞാൽ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലടോ. എന്നാ ഊണായി, എണീറ്റ് വാ. ഉച്ചയായോ? പിന്നെ മണി 2 വിശക്കുന്നില്ലേ? എന്നും 1 മണിയാവുമ്പോൾ തുടങ്ങുന്നതാണല്ലോ. ഇന്ന് വിശപ്പ് തോന്നുന്നില്ല സാവിത്രി. മോൻ വിളിച്ചോ? ഇല്ല, തിരക്കാവും, ഡ്യൂട്ടി ഉണ്ടാവും. വാ, ഊണ് കഴിക്കാം. ആക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്. നമുക്കൊരു ഊഞ്ഞാലിടായിരുന്നു അല്ലേ? അത് കൊള്ളാലോ. ഊഞ്ഞാലോ? ഇതെന്ന് മുതലാ ഊഞ്ഞാലാടാൻ ആഗ്രഹം തോന്നി തുടങ്ങിയത്? നാളെ എന്തായാലും ശങ്കരനെ ഒന്ന് വിളിക്കണം. ഈ മുറ്റത്തൊരു ഊഞ്ഞാൽ വേണം. ആ മാവിൻ്റെ കൊമ്പ് കണ്ടോ? ഓണമായിട്ട് ഊഞ്ഞാലിട്ടില്ലെങ്കിൽ ഒരു ഭംഗിയില്ല. മാഷേ, എത്ര വർഷമായി നമ്മൾ ഈ കൊമ്പിൽ ഊഞ്ഞാൽ കിട്ടുന്നു. വേണോ? വേണമെടൂ, വേണം. വാ വാ, ഊണ് കഴിക്കാം. ഞാനിലേക്ക് റെഡിയാക്കി വെച്ചു. ഡോ, നമ്മുടെ ആദ്യ ഓണം ഓർമ്മയുണ്ടോ? ഇന്ന് കംപ്ലീറ്റ് നൊസ്റ്റാൾജിക്കാണല്ലോ. ഒന്ന് മിണ്ടാതിരിക്കും മാഷേ. അന്നും ഈ ഊഞ്ഞാലുണ്ടായിരുന്നു. 40 വർഷങ്ങൾ എത്ര പെട്ടെന്നാ പോയത്. മാഷേ, ഉണ്ണുന്നോ അതോ ഓർമ്മകളിൽ മുഴുകി ഒടുവിൽ? ഹലോ, ഇവിടെ ഉണ്ട്. എവിടെ പോകാനാ മാഷേ? അവിടെയും ആരും ഇല്ലല്ലോ. പിന്നെ നമ്മുടെ ഭദ്രമാഷിനെയും കലാധരൻ സാറിനെയും കൂട്ടിക്കോളൂ. അവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. അതെ മാഷേ, ഒരു പ്രശ്നമില്ല. ഹേയ്, നിങ്ങൾ വന്നിട്ടേ ഇരിക്കൂ. ഓ, അത്ര ദൂരമൊന്നുമില്ലല്ലോ. ഞാൻ വിളിക്കണോ? ഓക്കെ, ശരി. ഞാൻ വിളമ്പാൻ പോവാ കേട്ടോ. പെട്ടെന്ന് എത്തൂ. ആരാ സാവി? ആരായിരിക്കും? കൂട്ടുകാർ തന്നെ. ഇന്ന് ആഘോഷമാകട്ടെ, മാഷിൻ്റെ വിഷമവും മാറും. വിഷമമോ? എനിക്കോ? തനിക്ക് എന്താടോ? ശ്രീദേവി ടീച്ചറെ കൂടി കൂട്ടായിരുന്നു. അവരും ഒറ്റയ്ക്കല്ലേ? ഒന്ന് വിളിക്കാമോ? ഞാൻ ഇല മുറിച്ചില്ല. ഇനിയിപ്പോൾ ആളുള്ളതല്ലേ, നാക്കില മുറിക്കാം. താൻ വിളിക്കടോ. എൻ്റെ അമ്മേ, പഴയ സ്നേഹിതയല്ലേ. ഹലോ, ശ്രീദേവി ടീച്ചറെ, തിരുവോണമായിട്ട് എന്താ ഇവിടെ? ഒച്ചോടാ, ഇങ്ങോട്ട് വാ, അതിനാ വിളിച്ചത്. പിന്നെ ഞങ്ങൾക്ക് അറിയാത്തതല്ലേ ടീച്ചറേ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ടീച്ചർ പെട്ടെന്ന് വാ. പിന്നെ നമ്മുടെ പഴയ ടീമെല്ലാം ഉണ്ട്. ഞാൻ ദേ ടീച്ചറെ കാണുന്നുണ്ട് ഉമ്മറത്ത്. ഇങ്ങോട്ട് നോക്ക്.
അതന്നെ. പോന്നോളൂ കേട്ടോ. ഓക്കെ. ദേ ടീച്ചർ വരൂ കേട്ടോ മാഷേ. വാടോ വാടോ, കുറേ നാളായില്ലേ കണ്ടിട്ട്. കുറേ നാളായല്ലേ നമ്മളൊന്ന് ഒത്തുകൂടിയിട്ട്. സത്യം പറഞ്ഞാൽ ഊണ് ഓർഡർ ചെയ്തിരുന്നു. നിങ്ങൾക്കും കൂടി ഊണ് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പിന്നെ മോൻ വന്നെങ്കിലോ എന്നൊരു സംശയം. ശരിയാണല്ലോ, മോനും കുടുംബവും വന്നില്ലേ? ഡോ, നമ്മളെല്ലാവരും ഒരേ തൂവൽ പക്ഷികളാ. തനിക്ക് 2 പേരില്ലയോ? ഇപ്പോൾ തൻ്റെ ഭാര്യയെ കൂടി അങ്ങ് കൊണ്ടുപോയി. താനൊറ്റ, അത്രേ ഉള്ളൂ. എടോ, ഇത്തവണ അവൻ എന്തായാലും വരുമെന്ന് താനല്ലേ പറഞ്ഞത്? നമ്മുടെ ടീച്ചർ എവിടെ? ഉണ്ണാൻ വിളിച്ചിട്ട് മുങ്ങിയോ? ആ അതെ, സാവിത്രി ടീച്ചർ എവിടെ? ആഹാ, ഇവിടെ സഭ കൂടുകയാണോ? ഇനി ഉണ്ടിട്ടാവാം, എഴുന്നേറ്റുള്ളൂ. രാജഗോപാലൻ സാർ ഭാഗ്യവാനാ. സാവിത്രി ടീച്ചറുടെ കൈപുണ്യം. അതെ അതെ, എന്തായാലും കൈ കഴുകി വന്നോളൂ. രാജഗോപാലൻ സാർ ഭാഗ്യവാനാ. സാവിത്രി ടീച്ചറുടെ കൈപുണ്യം പറയാതിരിക്കാൻ പറ്റില്ല. സാവിത്രി, ശ്രീദേവി, 2 ആളും ഒപ്പമിരിക്കൂ. ഇനി അവനവൻ വിളമ്പിക്കോളും. ശ്രീദേവി, 2 ആളും ഒപ്പമിരിക്കൂ. ഇനി അവനവൻ വിളമ്പിക്കോളും. ശ്രീദേവി ടീച്ചർ എന്താ മൗനം? മാഷേ, ഇതൊക്കെ ഉള്ളൂ എനിക്ക് ഓർക്കാൻ. ഓ, തുടങ്ങി. ടീച്ചറെ, ഇന്നൊരു സെൻറ്റിമെൻറ്റ്സും വേണ്ട കേട്ടോ. കഴിക്കൂ. ടീച്ചർക്ക് ഇഷ്ടമുള്ള കടലപ്പായസമൊക്കെ ഉണ്ട്. ടീച്ചറെ, പരിപ്പും പപ്പടവും മതി കേട്ടോ. ഹാ, എന്താ രുചി! ആരാ കലാധരൻ മാഷേ? അവളാ, അവിടുന്ന് വിളിക്കുവാ. ഫോൺ എടുക്കൂ മാഷേ. അതെ, എടുത്ത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ. ഹലോ മാഷേ, ഊണ് വന്നോ? കഴിച്ചോ? എടോ, ഞാനിവിടെ രാജഗോപാലൻ സാറിൻ്റെ വീട്ടിലാ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഭദ്രം മാഷും രമേശൻ മാഷും ശ്രീദേവി ടീച്ചറും ഒക്കെ ഉണ്ട് ഇവിടെ. ഊണിടപാട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ചു, ഇവിടെ സദ്യയൊക്കെ ഉണ്ടാക്കിയെന്ന്. ഹലോ, വിഷമിക്കേണ്ട, മാഷ് സന്തോഷമായിരിക്കുന്നു. അവിടെ കഴിച്ചോ? എന്താടോ ഒന്നും മിണ്ടാത്തത്? മാഷേ, ഇവിടെ കുട്ടികളെ നോക്കാൻ ഞാനുണ്ടെങ്കിലേ കഴിയൂ. അതാ, അല്ലാതെ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. എടോ, എനിക്കറിയാം തൻ്റെ അവസ്ഥ. സാരമില്ലടോ. അതെ, അടുത്ത മാസം ഇളയ കുട്ടിയെ സ്കൂളിലാക്കാം. അതിനെന്താ? ഞാനങ്ങ് വരും മാഷേ. എനിക്ക് വയ്യ. വയസ്സുകാലത്ത് മാഷ് അവിടെയും ഞാനിവിടെയും. വയ്യ മാഷേ. താരെ, ഞാനെന്താ ഇവിടെ സന്തോഷത്തിലാണെന്നോ? ഇപ്പോൾ സന്തോഷമാണ്. പണ്ടത്തെ പോലെ താനും രാധ ടീച്ചറും ഇല്ല. ആ ഒരു കുറവേ ഉള്ളൂ. മാഷേ, ഇവർ ടിക്കറ്റ് എടുക്കുമെന്ന് തോന്നുന്നില്ല. മാഷ് എനിക്ക് ടിക്കറ്റ് എടുക്കണം. ഒറ്റയ്ക്ക് വയ്യ മാഷേ. ഒരാൾ പോകുമ്പോൾ മറ്റേ ആൾ വരും, കയറി കിടക്കും, പിന്നെ എണീറ്റിട്ട് എന്തൊക്കെയോ കാട്ടിക്കൊട്ടുന്നു പോകുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല മാഷേ. മാഷിനെ വിളിച്ചാലും കിട്ടില്ലല്ലോ. എടോ, വിഷമിക്കേണ്ട. ഏറിയാൽ 2 മാസം ഞാൻ ടിക്കറ്റ് എടുക്കാം. മോനോട് ഞാൻ സംസാരിക്കാം. എന്നാ താൻ ഫോൺ വെച്ചോ കേട്ടോ. മൂഡ് പോയി അല്ലേടോ? കലാധരൻ മാഷേ, ഇനി താമസിക്കേണ്ട. ടീച്ചറെ ഇങ്ങ് വരുത്തൂ. എത്ര കാലാന്ന് പറഞ്ഞാൽ 2 ആളും 2 ഇടത്ത്. നിങ്ങൾക്കൊക്കെ ദൂരെങ്കിലും കാത്തിരിക്കാനും ഓർക്കാനൊക്കെ ഒരാളുണ്ട്. എന്നിട്ടാണ് ദേ കൂട്ടുകാരെ, ഇവിടെ ഒരാളുടെ വിഷമം മാറ്റാനും നമ്മുടെയൊക്കെ വിഷമം ഒന്ന് മാറാനും വേണ്ടിയാണ് കേട്ടോ ഒത്തുകൂടിയത്. ഈ സന്തോഷം കളയല്ലേ. ശരിയാണ് സാവിത്രി ടീച്ചറെ. ആ പായസം അങ്ങോട്ട് നീക്കി വെച്ചേ. അതെ, ഞാൻ കുറച്ചുകൂടെ എടുത്തോട്ടെ കേട്ടോ. അതാണ്, മധുരം പോരട്ടെ. സാവിത്രി ടീച്ചറെ, ഇന്ന് വൈകുന്നേരത്തെ ചായ കുടി ഇവിടുന്നാണേ. അതെ അതെ, ഇന്നിനി ഒന്നും ഓർക്കണ്ട. ടീച്ചറുടെ സദ്യ തന്നെ. ഈ സദ്യയൊക്കെ കഴിച്ച് ഇതാ ഞാനൊരു ഊഞ്ഞാലിടാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഊഞ്ഞാലൊക്കെ ആടി ഇന്നത്തെ ഓണം ഉഷാറാക്കാം. എന്തു പറയുന്നു? അതെ അതെ,
മറ്റെല്ലാം മറക്കാം. ഓണം സന്തോഷത്തിൻ്റെതാവട്ടെ.